ഹലോ, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ആണ് നമ്മളുടെ ഇന്നത്തെ താരം. അത് ഞാൻ പയറിൻ്റെ ഇലയാണ്. അത് കഴുകി എടുത്ത് ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ഈ കല്ലിലിട്ട് ചതച്ച് എടുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനെല്ലാം വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കൽ. സൺഫ്ലവർ ഓയിലൊന്നും എടുക്കാറില്ല. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായി വാടി വരണം. അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ പോയി കിട്ടണം. ഒരു 5-10 മിനിറ്റ് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ പച്ചച്ചുവയൊക്കെ മാറിക്കിട്ടും. ഇതൊക്കെ പണ്ട് കാലത്ത് എല്ലാവരും കഴിക്കുന്നതാണ്. ഈ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചീര, അതുപോലെ പയറിൻ്റെ ഇല, അതുപോലെ മത്തൻ്റെ ഇല, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഉപ്പേരിയായി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വാടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്ത പയറിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പാത്രം നിറയെ ഇത് ഉണ്ടാക്കിയാലും ലാസ്റ്റ് ഇത് കാണാൻ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഇലയിൽ തന്നെ നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് ചെറുതായി അരിയാൻ മാത്രമേ കുറച്ച് വിഷമമുള്ളൂ. എന്നാലും അത് വലിയ വിഷമമൊന്നുമില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇത് അരിഞ്ഞെടുക്കാൻ ചിലപ്പോൾ അങ്ങനെ വേഗം ആവുകയില്ല. നമ്മളൊക്കെ പണ്ടേ ഇതുപോലെ ഇലക്കറികളൊക്കെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതാ കാണുന്നില്ലേ, നമ്മൾ ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ നിറയെ വെച്ചിരുന്നത് ഏകദേശം അതിൻ്റെ പകുതിയിൽ താഴെയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് കയ്യിൽ വെച്ച് അരിയുന്നില്ലെങ്കിലും നമ്മൾ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമായിരിക്കും. ഞാനിത് കൈ കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് പണ്ടേ ഉള്ള ശീലമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൈ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ച് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ, അരമുറി തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഈ തേങ്ങയും ഒക്കെ ചേർന്ന് വെന്ത് വന്നാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പഴയ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ വലിയ ഇഷ്ടമാണ്. പണ്ട് കാലത്ത് ഇതുപോലെയുള്ള കറികളാണല്ലോ ധാരാളം കഴിക്കുന്നത്. എങ്കിലും ഇപ്പോഴത്തെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. വീട്ടിൽ ഇതുപോലെ പയറില ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതാ നമ്മുടെ പയർ ഇലയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീയെല്ലാം ഓഫ് ചെയ്തിട്ട് ചോറും കൂടി ഒന്ന് വിളമ്പിയെടുക്കാം. ഞാൻ കലത്തിൽ വിറകടുപ്പിൽ വെച്ച ചോറാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഈ വറവ്, ഇത് മാത്രം കൂട്ടിയിട്ടും ഈ ചോറ് കഴിക്കാൻ പറ്റും.
പിന്നെ ഞാൻ പരിപ്പും മത്തനും കൂടി വെച്ച കറിയാണിത്. അതും കൂടി ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അച്ചാറാണ്. ഈ അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കണം. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കാണുക. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.